അല്പസമയ വചന ശുശ്രൂഷയ്ക്കായിട്ട് ചില വേദവചനങ്ങൾ വായിക്കുന്നു. റോമാലേഖനം 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിലനിൽക്കുന്ന ഈ കൃപയിൽ നിന്ന് നമുക്ക് അവൻ മുഖാന്തരം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവദേശത്തിൻ്റെ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമ്മുടെ സഹോദരനായ പൗലോസ് റോമയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതിയ വിശുദ്ധ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ 5:1-2 വാക്യങ്ങൾ വായിച്ചത്. ഈ ലേഖനം എഴുതാനുള്ള പശ്ചാത്തലം കഴിഞ്ഞ ക്ലിപ്പുകളിൽ നമ്മൾ സംസാരിച്ചതുകൊണ്ട് ഞാനത് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയരെ, നമ്മുടെ സഹോദരനും യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതനും സഹോദരനുമായ പൗലോസ് എങ്ങനെ നമ്മുടെ സഹോദരനായി? പൗലോസ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതനും സഹോദരനുമായത് എങ്ങനെയെന്ന് ദൈവജനം അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. പൗലോസ് നമ്മുടെ സഹോദരനാകുവാൻ നമ്മളെപ്പോലെ ജഡസംബന്ധിച്ച് ജാതികനായി ജനിച്ചവനല്ല. അവൻ അബ്രഹാമിൻ്റെ സന്തതിയായ, ഇസഹാക്കിൻ്റെ സന്തതിയായ, യാക്കോബിൻ്റെ സന്തതികളിൽ ഇളയവനായ ബെന്യാമിൻ എന്ന ഇസ്രായേലിൻ്റെ ഗോത്രപിതാവിൻ്റെ ഗോത്രത്തിൽ ജനിച്ചവനാണ് പൗലോസ്. ആകയാൽ പൗലോസ് ശരീരം സംബന്ധിച്ചോ വ്യക്തിത്വം സംബന്ധിച്ചോ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ സംബന്ധിച്ചുള്ള വ്യക്തിത്വം സംബന്ധിച്ചോ, പൗലോസ് ജനിച്ചു വളർന്ന സാഹചര്യം സംബന്ധിച്ചോ നമ്മുടെ സഹോദരനാകുവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. നമ്മുടെ പൂർവ്വന്മാർ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ദ്രാവിഡന്മാരാണല്ലോ. ദ്രാവിഡന്മാരുടെ ഉത്ഭവം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഹാമിൻ്റെ സന്തതികളാണ്. എന്നാൽ ഇസ്രയേലിയരാണെങ്കിൽ ഷേമിൻ്റെ സന്തതികളും. നോഹയുടെ സന്തതികളാണ് എല്ലാവരും എന്ന് പറയാം. അതിനപ്പുറമായിട്ട് നമുക്ക് ജഡം സംബന്ധിച്ച് ഇസ്രായേൽ വംശത്തോടോ അല്ലെങ്കിൽ പൗലോസിനോടോ യാതൊരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ പൗലോസിൻ്റെ സഹോദരനെന്ന് സഹോദരനാകുന്നത്? ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ജഡം സംബന്ധിച്ച്, ശരീരം സംബന്ധിച്ച് എനിക്ക് പൗലോസിനോ ഇസ്രായേലിനോടോ വിട്ട യാതൊരു ബന്ധവും ജഡം സംബന്ധിച്ച് എനിക്ക് ഇസ്രായേലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എങ്കിലും പിന്നെങ്ങനെയാണ് നമ്മുടെ സഹോദരനെന്ന് ഞാൻ പറഞ്ഞത്? അതിൻ്റെ ഉദ്ദേശം ഇതാകുന്നു: എനിക്ക് പൗലോസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിൻ്റെ പേരിൽ മാത്രമാണ്. ബൈബിളിൽ ഇതര പെന്തക്കോസ്തുകാർ നമ്മളെല്ലാവരും പൊതുവെ പറയുന്നൊരു കാര്യമാണ്: അബ്രഹാം ഞങ്ങളുടെ പിതാവാണ്, ഇസഹാക്ക് പിതാവാണ്, യാക്കോബ് പിതാവാണ്, ഇസ്രായേലിലുള്ള മറ്റു കഴിഞ്ഞുപോയ വിശുദ്ധന്മാരെല്ലാം നമ്മുടെ പിതാക്കന്മാരാണെന്ന് നമ്മൾ ഇസ്രായേലിനെ പോലെ പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അവർ ആരും നമ്മുടെ ജഡ സംബന്ധിച്ച് പിതാക്കന്മാരല്ല. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം മാത്രമാണ് നമുക്ക് ഇസ്രായേലുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ളത്. അതിൻ്റെ കാരണം
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഭൂമിയിൽ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ ദൈവം അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിനെ തിരഞ്ഞെടുത്തു, ഇസഹാക്കിൽ നിന്ന് യാക്കോബിനെ തിരഞ്ഞെടുത്തു, യാക്കോബിൽ നിന്ന് രണ്ട് ഗോത്രത്തെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ട് ഗോത്രത്തെ തിരഞ്ഞെടുത്തു. ഒന്ന് യഹൂദയുടെ ഗോത്രത്തെയും ഒന്ന് ലേവിയ ഗോത്രത്തെയും. ഇതിൽ യഹൂദയുമായിട്ട് നമുക്ക് യാതൊരു ശാരീരിക ബന്ധവുമില്ലെങ്കിലും, നമുക്കല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് യാതൊരു ശാരീരിക ബന്ധമില്ലെങ്കിലും ലേവിയ ഗോത്രവുമായിട്ട് അല്പം ശാരീരിക ബന്ധമുണ്ട്. കാരണം മറിയം എലിസബത്തിൻ്റെയും സക്രിയാവിൻ്റെയും ഗോത്രത്തിലുണ്ടായിരുന്നതാണ് എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നു. മറിയത്തിൻ്റെ ചാർച്ചക്കാരിയായിരുന്ന എലിസബത്ത് സക്രിയ മഹാപുരോഹിതൻ്റെ, അതായത് യോഹന്നാൻ സ്നാപകൻ്റെ അപ്പനായ സക്രിയാവ് ഭാര്യയായ എലിസബത്തിൻ്റെ ഗോത്രത്തിൽപ്പെട്ടതാണ് മറിയമെന്ന്, ചാർച്ചയിൽപ്പെട്ടതാണ് മറിയമെന്ന് നമ്മൾ വിശുദ്ധ തിരുവെഴുത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. ഇക്കാരണത്താൽ യേശു മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ മുഖാന്തരമായിട്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെട്ടത്. നിങ്ങൾക്കും എനിക്കും അറിയാവുന്നതുപോലെ ശാരീരിക ബന്ധം ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സകലതും സാധ്യമാണ്. ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറയുന്നൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. എന്താണ് വാക്ക്? അവൾ പറഞ്ഞു, ദൂതനോട് പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് അവൾ ദൈവസന്നിധിയിൽ ദൂതനോട് സംസാരിക്കുമ്പോൾ ദൂതൻ പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇതാണ് അവിടെ സംഭവിച്ചത്. മഹാദൈവം മനുഷ്യനായി തീർന്നെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അസാധ്യമല്ലാത്തത് കൊണ്ടാണ്. ദൈവം ഒഴികെ മനുഷ്യന് ഇത് സാധ്യമല്ല. പുരുഷന്റെ ഇഷ്ടം കൂടാതെ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലും ഒരു കുഞ്ഞും ജനിക്കില്ല. എന്നാൽ ദൈവത്തിന് ഇത് സാധ്യമാണ്. ഇതാണ് യേശുവിൻ്റെ ജനനം അത്ഭുതമായിരിക്കുന്നത്. യേശുവിൻ്റെ ജനനം മുതലേ ഒരു അത്ഭുത വിഷയമാണ്. യേശുവിൻ്റെ ജനന ആരംഭത്തിൽ നിങ്ങൾ അറിയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ശരീരത്തിൽ വെളിപ്പെട്ടതാണ് യേശുവിൻ്റെ ജനനം. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ആരാകുന്നു? ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, വചനം ജഡമായതാണ്. അപ്പം ദൈവത്തിൻ്റെ ശബ്ദം അഥവാ ദൈവത്തിൻ്റെ ആത്മാവ് ജഡത്തിൽ വെളിപ്പെട്ടതാണ് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിലുള്ള ശിശു, അതായത് ആദിജാതൻ. ആ ശിശുവിന് അവർ ഗബ്രിയേൽ ദൂതൻ്റെ ആലോചന പ്രകാരം 2 സാക്ഷിമൊഴി പ്രകാരം യേശു എന്ന് പേരിട്ടു. ഈ യേശുവിനെ ദൈവം യോർദാൻ്റെ കരയിൽ, യോർദാൻ്റെ സമീപം വെച്ച് യോഹന്നാൻ്റെ കരങ്ങളാൽ സ്നാനപ്പെട്ടപ്പോൾ അഭിഷേകം ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ യേശു എന്ന പേരിൽ മനുഷ്യപുത്രൻ എന്ന നിലയിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന വേളയിൽ തന്നെ അതേ ദൈവത്തിന് ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെടാൻ കഴിയും. 2 സാക്ഷിമൊഴി ഏത് കാര്യം ഉറപ്പാകുന്നു? തിരുവെഴുത്ത് വായിക്കുന്നല്ലോ. മനുഷ്യൻ എന്ന നിലയിൽ യേശു ദൈവത്തിന്, മനുഷ്യൻ എന്ന അവസ്ഥയിൽ ദൈവത്തിന് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു ശിശു എന്ന നിലയിൽ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഇതേ മനുഷ്യപുത്രൻ സ്വർഗസിംഹാസനത്തിൽ പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ അവൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3:13 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ. നിക്കോദെമോസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ വേളയിൽ മനുഷ്യപുത്രൻ എന്ന നിലയിൽ യേശു സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കവേ അതേസമയം മനുഷ്യൻ എന്ന നിലയിൽ നിക്കോദെമോസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യന് കാണത്തക്ക രീതിയിൽ മനുഷ്യൻ എന്ന നിലയിൽ
നിക്കോദോമസിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കവേ ഇതേ സമയം തന്നെ സ്വർഗസിംഹാസനത്തിൽ അവൻ്റെ സിംഹാസനത്തിൽ കർത്താവെന്ന നിലയിലും ദൈവമെന്ന നിലയിലും മനുഷ്യപുത്രൻ എന്ന നിലയിലും ഇരിക്കുന്നു. അതിൻ്റെ അർത്ഥം 3 വ്യക്തിയോടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചിലരങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ദൈവത്തിന് ഓരോ ദൈവമായ കർത്താവ് മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് ഓരോ പദവി സ്വീകരിച്ചു. അതിൻ്റെ ഓരോ പദവി ഓരോ വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ദൈവം പിതാവായി ഒരു വ്യക്തി, പുത്രനായി വേറൊരു വ്യക്തി, പരിശുദ്ധാത്മാവ് കാര്യസ്ഥനം നമ്മളോടിരിക്കുന്ന ഒരു വ്യക്തി, ന്യായപ്രമാണ കാലത്ത് ദൈവം കരുതുന്നവനായിരുന്നു ഒരു വ്യക്തി, പരിപാലിക്കുന്നവൻ ദൈവം ഒരു വ്യക്തി, കർത്താവായിരുന്നു വേറൊരു വ്യക്തി. ഇങ്ങനെ ഒരുപാട് യജമാനനായിരുന്നു കർത്താവ്. ദൈവജനത്തെ പരിപാലിക്കുന്നവനായിരുന്നു, നല്ല ഇടയൻ യേശു ക്രിസ്തുവാണ്. അപ്പം ഇങ്ങനെ കർത്താവ് ഒരുപാട് കർത്താവ് പറഞ്ഞു ഞാൻ വാതിലാക്കുന്നുവെന്ന്. അപ്പം ഇങ്ങനെ കർത്താവ് ഒരുപാട് പദവി എടുത്ത് അതെല്ലാം ഓരോ വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് ഈ ലോകത്തിൽ. ഞാൻ അവരോടായിട്ടും പറയുന്നു, കർത്താവാകുന്ന ദൈവൻ ഏകനാണ്. ഏക ദൈവത്തിന് പല പ്രവൃത്തി ചെയ്യാം. ഞാൻ സഹോദരനോട് ഒരു ഉദാഹരണം പറയട്ടെ. മനുഷ്യൻ എന്ന നിലയിൽ സഹോദരൻ ഈ ഭൂമിയിൽ ഏതെല്ലാം റോളുകൾ വഹിക്കുന്നു. ഈ റോളുകളെല്ലാം താങ്കൾ വഹിക്കുമ്പോൾ താങ്കൾ ഓരോ റോളിനും ഓരോ വ്യക്തിയാണോ? താങ്കൾ ഭർത്താവെന്ന റോള് വഹിക്കുന്നു, മകനെന്ന റോള് വഹിക്കുന്നു, താങ്കൾ അപ്പനെന്ന റോള് വഹിക്കുന്നു, താങ്കൾ ടീച്ചർ എന്ന റോള് വഹിക്കുന്നു, താങ്കൾ പോലീസ് ഓഫീസർ എന്ന റോള് വഹിക്കുന്നു. രാജ്യത്തിൻ്റെ പ്രതിരോധ വകുപ്പിൽ ആർമി എന്ന അല്ലെങ്കിൽ രാജ്യത്തിനു വേണ്ടി സുരക്ഷ ഓഫീസറായി താങ്കൾ വർക്ക് ചെയ്യുന്നു. സോ അത് സഹോദരൻ എടുക്കുന്ന ഒരു റോളാണ്. അതിൻ്റെ അർത്ഥം സഹോദരൻ ആ വ്യക്തി അത്രയും വ്യക്തികളുണ്ടോ എന്ന് വെച്ചാൽ പോലീസ് ഓഫീസറായി, പട്ടാളക്കാരനായിട്ട്, പിന്നെ പിതാവായിട്ട്, മകനായിട്ട്, ടീച്ചറായിട്ട്, സ്തോത്രം, ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാരനായിട്ട്, ഇങ്ങനെ വിവിധങ്ങളായ റോളുകൾ ഒരു മനുഷ്യൻ സ്വീകരിക്കുന്നു ഈ ഭൂമിയിൽ. അതിൻ്റെ അർത്ഥം ഈ മനുഷ്യൻ ഇത്രയൊക്കെ ആയിത്തീർന്നു. പരിപാലകനായിട്ട്, അനാഥർക്കും വിധവുമാർക്കും ആശ്വാസകനായിട്ട്, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ റോൾ എടുത്താൽ അത്രയും വ്യക്തിയുണ്ടോ? ഒരു മനുഷ്യൻ എത്ര റോൾ വേണമെങ്കിലും അവൻ്റെ ഹൃദയവിശാല അനുസരിച്ച് സ്വീകരിക്കാൻ പറ്റും. എന്നെ കേൾക്കുന്ന പ്രിയരെ, അങ്ങനെ മനുഷ്യന് പറ്റുമെങ്കിൽ സർവശക്തനായ ദൈവത്തിന് അത് പറ്റത്തില്ലെന്നുണ്ടോ? സർവശക്തനായ ദൈവത്തിന് സകലതും സാധ്യമല്ലേ? വിശ്വസിക്കുക, ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ നമുക്ക് യേശുവുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും തലത്തിലുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ, യേശു മറിയത്തിൽ ജനിച്ചതുകൊണ്ട് നമുക്ക് റിലേഷൻ ഉണ്ടാകുന്നില്ല. നമ്മുടെ എല്ലാം പാവം യേശുവിൻ്റെ ചുമലിൽ വഹിച്ചിട്ട് നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഈ യേശുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് യേശുക്രിസ്തു മുഖാന്തരമല്ലാതെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വേർപെട്ടല്ലാതെ നമുക്ക് യേശുക്രിസ്തുവുമായിട്ട് റിലേഷൻ വരുന്നില്ല. യേശുക്രിസ്തു മുഖാന്തരമായിട്ട് ഇസ്രായേലുമായിട്ട് റിലേഷൻ വരുന്നില്ല. ഇസ്രായേലുമായിട്ടുള്ള റിലേഷനിൽ നിന്നും അങ്ങനെ ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കാമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ സഹോദരനായ പൗലോസുമായിട്ടുള്ള റിലേഷൻ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം യേശുക്രിസ്തുവാണ്. പൗലോസ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവനാണ്. നമ്മളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരാണെങ്കിൽ നമുക്ക് പൗലോസ് സഹോദരനാണ്. പഴയ വിശുദ്ധന്മാരൊക്കെ വേണമെങ്കിൽ നമ്മുടെ പിതാവെന്ന് പറയാം. പക്ഷേ കർത്താവിൻ്റെ ഉപദേശം അനുസരിച്ച് അത് പറയാൻ പാടില്ല. കർത്താവ് ഭൂമിയിൽ വെച്ചിങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത്, പിതാവെന്ന സ്ഥാനമെടുക്കരുതെന്നാണ്. നമുക്ക് സ്വർഗസ്വനായ ഒരു പിതാവേ ഉള്ളൂ, ഒരുവനെ മാത്രമേ പിതാവേ എന്ന് സംബോധന ചെയ്യാവൂന്ന്. നമ്മൾ യേശുക്രിസ്തുവിനെ പൂർണ്ണമായി അനുസരിക്കുന്നു എങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ട ഒരു വിശുദ്ധനും, സ്തോത്രം, മറ്റുള്ള വിശുദ്ധന്മാരെ പിതാവ്, ന്യായപ്രമാണത്തിലെ വിശുദ്ധന്മാരെ ആണെങ്കിലും കൃപായുത്തിലുള്ള വിശുദ്ധന്മാരെ ആണെങ്കിലും പിതാവെന്ന സ്ഥാനത്തിൽ വിളിക്കാൻ പാടില്ല. അതാണ് ശരിക്കുള്ള ദൈവിക ഉപദേശം.
പിന്നെ അപ്പോസ്തോലന്മാർ നമ്മുടെ ആരാണ്? സഹോദരന്മാരാണ്. അപ്പോസ്തോലന്മാർ നമ്മുടെ സഹോദരനാണ്. ന്യായപ്രമാണ വിശുദ്ധന്മാരും ആരാണ്? നമ്മുടെ സഹോദരന്മാരും സ്നേഹിതരുമാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ, ഈ കാരണത്താൽ പൗലോസ് നമ്മുടെ സഹോദരനാകുന്നു. യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ പൗലോസ് നമ്മുടെ സഹോദരനായിരിക്കുന്ന ഏത് വ്യവസ്ഥയിലാണ്? പൗലോസ് യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ടതിനാണ്, അനന്യാസിൻ്റെ കൈക്കീഴിൽ. നമ്മളും യേശുക്രിസ്തുവിനകത്ത് സ്നാനപ്പെട്ടതാണ്. ഈ കാരണത്താൽ മാത്രമാണ് പൗലോസ് നമ്മുടെ സഹോദരനായിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം, ദൈവത്തിൻ്റെ കൃപയാൽ പൗലോസ് നമ്മുടെ സഹോദരനായിരിക്കുന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട ഏതൊരു ദൈവത്തിൻ്റെ പൈതലും യേശുക്രിസ്തുവിൻ്റെയും കൂടെ സ്നേഹിതനും സഹോദരനും കൂടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റിട്ട് മഗ്ദലക്കാരത്തി മറിയത്തോട് പറഞ്ഞത്, നീ പോയി എൻ്റെ സഹോദരന്മാരോടും എൻ്റെ സ്നേഹിതരോടും പോയി പറയുക, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. അപ്പോൾ അവിടെ അപ്പോസ്തലന്മാരെ ദൈവം സഹോദരനെന്നും സ്നേഹിതനെന്നും കർത്താവായ ദൈവം വിളിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം യേശുക്രിസ്തു എന്ന നാമത്തിലൂടെയാണ്. യേശുക്രിസ്തു എന്ന പേരൊഴികെ നാം ആരും ദൈവവുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. കാരണം നമ്മൾ പാപം സംബന്ധിച്ചാണ് ലോകത്തിൽ ജനിച്ചിരിക്കുന്നത്. ജനനം സംബന്ധിച്ച് സാത്താൻ എന്ന പിതാവിൻ്റെ മക്കളായിട്ടാണ് ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചിരിക്കുന്നത്. അമ്മ നമ്മളെ പ്രസവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശാരീരിക ബന്ധം സംബന്ധിച്ച് ഇസ്രായേലുമായിട്ടോ യേശുക്രിസ്തുവുമായിട്ടോ നമുക്ക് യാതൊരു റിലേഷനുമില്ല. നമുക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടാകുന്നുവെങ്കിൽ അത് യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്നത് കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. ഇനിയും സ്നാപകൻ എന്നെ സ്നാനപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിച്ചില്ലെങ്കിൽ എനിക്ക് റിലേഷൻ ഉണ്ടാകില്ല. യേശുക്രിസ്തുവിൻ്റെ നാമം സ്നാപകൻ ഉച്ചരിക്കുമ്പോൾ ഞാൻ സ്നാനപ്പെടുന്നത് എൻ്റെ ആത്മാവും എൻ്റെ ജീവനും എൻ്റെ ശരീരവും കൂടെ ആകയാൽ എൻ്റെ സ്നാനത്താൽ എൻ്റെ ആത്മാവിനും ജീവനും ശരീരത്തിലും കൂടെയാണ് ഞാൻ യേശുക്രിസ്തു എന്ന പേരിനെ ധരിക്കുന്നത്. ഹല്ലേലൂയ. യേശുക്രിസ്തു എന്ന പേരിനെ ഞാൻ ഏതൊക്കെ ഘടകങ്ങളിൽ ധരിക്കുന്നു? സ്നാനത്തോടുകൂടി ഞാൻ എൻ്റെ ആത്മാവിലും എൻ്റെ ജീവനിലും എൻ്റെ ശരീരത്തിലും, സ്തോത്രം, ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ യേശുക്രിസ്തു എന്ന കർത്താവിനെ, യേശുക്രിസ്തു എന്ന പേരിനെ ധരിക്കുന്നു. സ്തോത്രം. ഇങ്ങനെ എൻ്റെ ശരീരവും എൻ്റെ പ്രാണനും എൻ്റെ ആത്മാവും യേശുക്രിസ്തുവിൽ ആകുന്നു. ഇക്കാരണത്താൽ എൻ്റെ പേര് യേശുക്രിസ്തു ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുന്നു. ഈ കാരണം കൂടാതല്ലാതെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെയും പേര് യേശുക്രിസ്തു തൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതാത്തതിൻ്റെ കാരണം നമ്മൾ ജനിച്ചിരിക്കുന്നത് പാപം സംബന്ധിച്ചാണ്. നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ ജനനമെടുത്തിരിക്കുന്നത് പാപം സംബന്ധിച്ചാണ്. സ്തോത്രം. സാത്താൻ്റെ പുത്രന്മാരും പുത്രിമാരും ആയിട്ടാണ് ഈ ഭൂമിയിൽ പാപം സംബന്ധിച്ച് നമ്മൾ ജനിച്ചിരിക്കുന്നത്. ഒരു പാപിയുടെയും പാപ ശരീരത്തിൻ്റെയും ദേഹിയുടെയും പേര് കർത്താവാകുന്ന യേശു ജീവന്റെ പുസ്തകത്തിൽ എഴുതത്തില്ല പ്രിയരെ. സ്തോത്രം. വിശ്വാസം ആണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമെങ്കിലും വിശ്വാസം എൻ്റെ മേൽ പ്രവൃത്തിയിലൂടെയാണ് വെളിപ്പെടുന്നത്. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. യേശുക്രിസ്തു എൻ്റെ രക്ഷിതാവാണ്, എൻ്റെ കർത്താവാണെന്ന് ഞാൻ വിശ്വസിച്ചു. അതെനിക്ക് നീതിയായി കണക്കിട്ടു. പക്ഷേ എനിക്ക് രക്ഷ വരണമെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. സ്തോത്രം. തിരുവെഴുത്തിൽ റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. സ്തോത്രം. ഇനി ആ ഏറ്റുപറച്ചിൽ വെറും ഒരു ഏറ്റുപറച്ചിലല്ല, നമ്മുടെ രക്ഷയുടെ ഏറ്റുപറച്ചില്ല. അതായത് സ്നാന സമയത്ത് ചോദിക്കും, നീ പൂർണ്ണ ഹൃദയത്തോട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? അപ്പം ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറച്ചിൽ മുഖാന്തരമാണ് ഈ സ്നാനം ഉണ്ടാകുന്നത്. ഏറ്റുപറയാതിരുന്ന ഏതെങ്കിലും വ്യക്തിയെ സ്നാനപ്പെടുത്തുകയില്ല. അപ്പം 10-ാം വാക്യത്തിൽ പറഞ്ഞു, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയണം. അപ്പം ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ നീതീകരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഏറ്റുപറച്ചിൽ നമ്മുടെ ദേഹത്തിലും നമ്മുടെ ജീവനിലും ആത്മാവിലും കൂടെയാണ് എന്നിരുന്നാലും
നമ്മളിൽ പൂർണ്ണത വരണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ സ്നാനപ്പെടണം. എന്താണ് അത്? എന്തുകൊണ്ടാണ്? കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റിട്ട് ഇങ്ങനെ പറഞ്ഞു, വിശ്വസിക്കണം, അതാ ഏറ്റു പറയണം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. സ്തോത്രം. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു? വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അപ്പോഴാണ് നമുക്ക് വീണ്ടും ജനനം സമ്പൂർണ്ണമാകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ആമേൻ നിക്കോദോമസിനോട് കർത്താവ് സംസാരിക്കുന്ന വേളയിലാണ് പറയുന്നത്, ആമേൻ ആമേൻ, അതിൻ്റെ 5-ാം വാക്യം, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, ആമേൻ, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലുണ്ടെങ്കിൽ, എൻ്റെ വാക്ക് കേൾക്കുന്ന സഹോദര, നിനക്കൊരു വിടുതൽ വേണമെങ്കിൽ, ആമേൻ ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. നോക്കിയേ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കാൻ ആർക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആർക്കും എന്ന വാക്കിൻ്റെ അർത്ഥം തൃത്വക്കാർക്ക് കഴിയുമെന്നോ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാത്തവർക്ക് കഴിയുമെന്നോ എന്നുള്ളതല്ല. സ്തോത്രം. അത് യഹൂദന് കഴിയുന്നില്ല, യവനന് കഴിയുമെന്നല്ല. ആർക്കുമെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പുരുഷന്റെ സ്ത്രീയുടെ ഇഷ്ടപ്രകാരം ആദമിക വ്യവസ്ഥയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾക്കും കഴിയില്ല എന്നതിൻ്റെ അർത്ഥം. ഇത് പറഞ്ഞത് ഞാനല്ല, മഹാദൈവമാണ്. സ്തോത്രം. കർത്താവിന് തിരുവഴുത്ത് പറയുന്നു, ആമേൻ 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 ആമേൻ. അപ്രകാരം തന്നെ, അപ്രകാരമായി സത്യമായിട്ട് കർത്താവ് മാറ്റമില്ലാതെ പറയുകയാണ്. 2 സാക്ഷിമൊഴിയാൽ പറയുകയാണ്, ആമേൻ ആമേൻ, ഉറപ്പാക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. വെള്ളത്താലും ആത്മാവിനാലും. വെള്ളത്താൽ എങ്ങനെയാണ് ജനിക്കുന്നത്? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, അതായത് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞതിന് ശേഷം, മാനസാന്തരപ്പെട്ടതിന് ശേഷം, നീതീകരണം പ്രാപിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ സ്നാനപ്പെടണം. അപ്പൊ യേശു ക്രിസ്തുവിൻ്റെ പേര് പറയാതെ സ്നാനപ്പെടുത്തിയാൽ പാപമോചനം ലഭിക്കത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് സ്നാനപ്പെടുത്തുമ്പോൾ നമ്മുടെ ആത്മാവും ജീവനും ശരീരവും ഒരേപോലെ യേശു ക്രിസ്തുവിൻ്റെ പേരിനാൽ ശുദ്ധീകരണം പ്രാപിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പേരിനാൽ നമ്മുടെ ആത്മാവും ജീവനും ശരീരവും ശുദ്ധീകരണത്തിലേക്ക് കടക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പേര് പറയാതിരുന്നാൽ നമ്മുടെ ആത്മാവും ജീവനും പ്രാണനും ശുദ്ധീകരണം പ്രാപിക്കില്ല. ശുദ്ധീകരണം പ്രാപിക്കുന്ന വ്യക്തിയിലേക്ക് മാത്രമേ പരിശുദ്ധാത്മാവെന്ന ദൈവത്തിൻ്റെ ദാനം അയക്കത്തുള്ളൂ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ പേരിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ, എല്ലാ ക്ലിപ്പിലും ഞാൻ പറഞ്ഞതുപോലെ എന്നാൽ എന്നുള്ളത് അടിവരയിടണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ആ എന്നാൽ എന്നാലുള്ള വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ വെച്ചില്ല എങ്കിൽ നമ്മൾ നിത്യജീവൻ പ്രവേശിക്കില്ല. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്താണ് യേശു നിക്കോദോമസിനോട് പറഞ്ഞത്? വെള്ളത്താലും ആത്മാവിനും. വെള്ളത്താലുള്ള ജനനമാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം. ആത്മാവിലുള്ള ജനനമാണ് പരിശുദ്ധാത്മാവെന്ന ദാനം. അപ്പം വെള്ളത്താലുള്ള ശുദ്ധീകരണം നടന്നാലേ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുകയുള്ളൂ, ആത്മാവിലുള്ള ജനനം ലഭിക്കുകയുള്ളൂ. സഹോദരങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ പ്രിയരെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് യേശു ക്രിസ്തു ഞങ്ങൾ മുഖാന്തരം അറിയുന്നു, ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ നശിച്ചു പോകേണ്ടതിനല്ല, നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാതെ എങ്കിലും പരിജ്ഞാനപൂർണ്ണം അല്ലാതെയും നിങ്ങൾ എന്ത് ചെയ്യുന്നു? വിശുദ്ധിയിൽ ജീവിക്കുന്നു, വേർപാടാചരിക്കുന്നു. അതിൽ ഞാൻ സന്തോഷിക്കുന്നു.
നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കുന്നു, വേർപാടാചരിക്കുന്നു. പക്ഷേ അതിൻ്റെ പൂർണ്ണത, അതിൻ്റെ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് സ്നാപകൻ സ്നാനപ്പെടുത്തുന്ന ഏതൊരു അഭിഷിക്ത സ്നാപകന്റെ കരങ്ങളാലും നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. നിങ്ങൾ സ്നാനപ്പെടാതിരുന്നാൽ നിങ്ങൾക്ക് ഇതുവരെയും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് പങ്കാളിത്തം വഹിച്ചു എന്നുള്ളത് നിങ്ങൾ വിശ്വസിച്ചാലും ദൈവം തിരുവെഴുത്തും പ്രകാരം കണക്കിടത്തില്ല. കർത്താവ് ഒരിക്കൽ അങ്ങനെയും ഒരിക്കൽ ഇങ്ങനെയും പറയത്തില്ല. യേശുക്രിസ്തുവിന് ഒറ്റ വഴിയേ ഉള്ളൂ. ആ ഒരു വഴി പത്രോസ് മുഖാന്തരമാണ് സ്ഥാപിച്ചത്. കർത്താവ് ബറയാന ശീമോനോട് ഇങ്ങനെ പറഞ്ഞു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്തിൽ നിനക്കിത് വെളിപ്പെടുത്തത്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളും ജയിക്കില്ല. ഈ പാറ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ വ്യാഖ്യാനിക്കുന്ന പോലെ പാറയോ പാറക്കഷ്ണോ ഇങ്ങനൊന്നുള്ള വിഷയമൊന്നുമല്ല. അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റു പറഞ്ഞു, നീ ജീവനുള്ള പുത്രനായ ജീവനുള്ള ദൈവമായ കർത്താവിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞു. ആ ഏറ്റുപറച്ചിലിനെയാണ് അവിടെ എന്താ വിളിച്ചിരിക്കുന്നത്? പാറ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. എന്താണ് അവിടെ പാറ എന്ന് പറഞ്ഞിരിക്കുന്നത്? നസറനായ യേശു ക്രിസ്തുവാകുന്നു, മാത്രമല്ല അത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്നുള്ള ഏറ്റുപറച്ചിൽ. ആ ഏറ്റുപറച്ചിൽ വളരെ 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 വിലയേറിയതാണ് ദൈവസന്നിധിയിൽ. ഈ ഏറ്റുപറച്ചിലിനെയാണ് ഇവിടെ എന്താ വിളിച്ചിരിക്കുന്നത്? പാറ, പത്രോസ് എന്ന് വിളിച്ചിരിക്കുന്നത്. പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പാറയെന്ന്. അവൻ പാറയെന്ന് വിളിച്ചിരിക്കുന്നത് സ്തോത്രം, അവൻ ഏറ്റുപറഞ്ഞ ഏറ്റുപറച്ചിലാണ്. ആ ഏറ്റുപറച്ച് ഒഴികെ ഇരുന്നാൽ അവൻ പാറയല്ല. അവൻ പാറയായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ ഏറ്റുപറച്ചിൽ. രണ്ടാമത്തെ അവൻ്റെ യോഗ്യത എന്താണ്? പെന്തക്കോസ്ത് നാളിൽ അവൻ പകർന്നിരിക്കുന്ന അഭിഷേകം. ഹല്ലേലൂയ. ഈ അഭിഷേകം ഒഴുകി, അവൻ്റെ ഏറ്റുപറച്ചിൽ ഒഴുകിയാൽ അവനില്ല. അതുകൊണ്ടാണ് ഗലാത്യർ 1:8 പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ. ആരാ ഞങ്ങൾ? പൗലോസിനെ ക്രിസ്തുവിലേക്കാണ്. അനന്യാസ് പത്രോസിന് ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഉപദേശം, അതായത് ദൈവം ശീമോൻ പത്രോസ് മുഖാന്തരം അടിസ്ഥാനമിട്ടിരിക്കുന്ന അടിസ്ഥാന ഉപദേശത്തിന് വിപരീതമായിട്ട് ശീമോൻ പത്രോസ് പറഞ്ഞാലും അനന്യാസ് പറഞ്ഞാലും ലേഖനമെഴുതിയ പൗലോസ് പറഞ്ഞാലും ഇനി യേശുവിൻ്റെ അമ്മയായ മറിയം പറഞ്ഞാലും ഭൂമിയിലോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ഒരു ദൂതൻ പറഞ്ഞാലും വേറൊരു അപ്പോസ്തലൻ പറഞ്ഞാലും ആരെന്തോ പറഞ്ഞാലും അവർ ശപിക്കപ്പെട്ടവർ. പത്രോസ് മുഖാന്തരം ദൈവം അടിസ്ഥാനമായിട്ടിരിക്കുന്ന ഉപദേശം തെറ്റാണെന്ന് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ഈ വായി കൊണ്ട് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. പത്രോസിന്റെ ഉപദേശം തെറ്റെന്ന് പറഞ്ഞാൽ അവനെ തന്നെ ചതിക്കുകയാണ്, അവനെ തന്നെ അവൻ വഞ്ചിക്കുകയാണ്. ഈ ശപിക്കപ്പെട്ടവരെ ചേർക്കാൻ ആരും വരുന്നില്ല. ഹല്ലേലൂയ. ചതിക്കപ്പെട്ടവരെ ചേർക്കാൻ യേശു ക്രിസ്തു മധ്യാകാശത്ത് വരുന്നില്ല. അങ്ങനെ ഈ മധ്യാകാശത്ത് കർത്താവ് വന്നിട്ട് ഇവിടെ കയറി വിളിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരല്ലാതെ ആർക്കും സ്വർഗരാജ്യത്തിലേക്ക് പോകാനൊക്കത്തില്ല. ഉയർത്തെഴുന്നേൽക്കണമോ രൂപാന്തരം പ്രാപിക്കണമോ, ഇത് രണ്ടും നടക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിലും ജീവനിലും ശരീരത്തിലും സ്നാനത്തോടുകൂടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ധരിച്ചാൽ മാത്രമേ നമ്മുടെ ഈ 3 ഘടകത്തിനും മാറ്റമുണ്ടാകത്തുള്ളൂ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആത്മാവിനും നമ്മുടെ ജീവനും രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ആത്മാവിനും ജീവനും നമ്മുടെ ശരീരത്തിനും രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ സ്നാപകൻ എന്നെയും നിങ്ങളെ സ്നാനപ്പെടുത്താത്ത പക്ഷം ഈ രൂപാന്തരം ഉണ്ടാകത്തില്ല. യേശുക്രിസ്തു സ്നാനപ്പെട്ടത് കൊണ്ട് രൂപാന്തരം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ നാമം അടിസ്ഥാനമാണ്, സ്നാനം അടിസ്ഥാനം. അതിനുശേഷം അതിൻ്റെ മേളിൽ പണിയണം. വിശ്വാസം എന്ന വീട് അതിൻ്റെ മേളിൽ പണിയണം. യേശുക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിച്ച് വക്രതയും കോട്ടമുള്ള തലമുറ വേർപെട്ട് പൈശാചികമായ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് ദൈവത്തോടുകൂടെ നടന്ന് വിശ്വാസത്തിന് വില കൊടുത്ത് വിശുദ്ധ ജീവിതം നയിച്ചാൽ നിശ്ചയമായും എൻ്റെ പ്രിയരെ, പിതാവ് നമുക്കൊരുക്കുന്ന, യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ. സ്തോത്രം.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു. പലരുടെയും ചിന്താഗതി, ഈ ഭൂമിയിൽ യേശു 3.5 വർഷം ഇരുന്ന സമയത്ത് പിതാവേ പിതാവേ എന്ന് വിളിച്ച്, അതുകൊണ്ട് പുത്രനായ യേശു വേറെ, പിതാവായ യേശു വേറെ എന്നാണ്. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ വേറെ ഇല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മനുഷ്യനെ രക്ഷിക്കേണ്ടതിനും ദൈവം മനുഷ്യനായാൽ, മനുഷ്യൻ എന്ന നിലയിൽ ഈ ഭൂമിയിൽ മനുഷ്യൻ എന്ന ആ നിലയിൽ യേശുവിന് സ്വർഗത്തിൽ ദൈവമുണ്ട്. അപ്പൊ ഈ ദൈവത്തിന്റെ പേരെന്താണ്? സ്വർഗത്തിലെ ദൈവത്തിന്റെ പേര് യേശു എന്നാണെന്ന് ഓർക്കണം നിങ്ങൾ. ഞാൻ നിങ്ങളോടൊരു എക്സാമ്പിൾ പറയാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്ന ഒരു ദൈവത്തിന്റെ പേരിൽ തിരുവെഴുത്തും പ്രകാരം, ഒന്നാമത് അവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടത് കൊണ്ട് അവൻ യേശു ക്രിസ്തു നാമത്തിൽ പാപമോചനം ലഭിച്ചു. 2, അവൻ യേശു ക്രിസ്തുവിനോട് ചേർന്ന്. 3, അവൻ യേശു ക്രിസ്തുവിനെ ധരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടപ്പോൾ പ്രധാനമായും 3 അനുഭവങ്ങളാണ് അവനുണ്ടായത്. എന്താണ്? 1, പാപമോചനം പ്രാപിച്ചു. 2, അവൻ യേശുക്രിസ്തുവിനോട് ചേർന്നു, ക്രൂശ് മരണത്തോട് ചേർന്നു. 3, അവൻ യേശുക്രിസ്തു എന്ന പേരിനെ ധരിച്ചു. എവിടൊക്കെ ധരിച്ചു? ശരീരത്തിലും ജീവനിലും ആത്മാവിലും ധരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ധരിക്കപ്പെടേണ്ടത്? നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ, നമ്മുടെ പ്രാണന് വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ, നമ്മുടെ ആത്മാവിന് വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ പേരിൽ സ്നാപകൻ ആ യേശുക്രിസ്തു എന്ന പേര് പറഞ്ഞ് എന്നെ ജലാശയത്തിലേക്ക് സ്നാനപ്പെടുത്തിയാൽ മാത്രമേ എൻ്റെ ആത്മാവിനും എൻ്റെ ജീവനും എൻ്റെ ശരീരത്തിനും ഒരേ സമയത്ത് റാപ്ചർ ഉണ്ടാകുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ രൂപാന്തരം ഉണ്ടാകുകയുള്ളൂ. ഞാൻ മരിച്ചു പോയാലും എൻ്റെ ആത്മാവ് ഇവിടെ കയറി വരുമെന്ന് പറയുമ്പോൾ, അവൻ മരിച്ച് എൻ്റെ ശരീരം അടക്കപ്പെട്ടിടത്തേക്ക് എൻ്റെ ആത്മാവ് കടന്നു വന്നിട്ട് അസ്ഥിയും മാംസവുമുള്ള ഒരു ശരീരം പ്രാപിക്കണം. ആ ശരീരം എനിക്ക് ഉണ്ടാകണമെങ്കിൽ, എൻ്റെ ദേഹിക്ക് രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ, എൻ്റെ ആത്മാവ് തേജസ്വീകരണം പ്രാപിക്കണമെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് വിശ്വാസത്താലുള്ള യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നീതീകരണം ഉണ്ടാകണം. ഇല്ലാത്ത പക്ഷം യേശുക്രിസ്തു എന്ന് പേര് പറഞ്ഞ് എനിക്ക് നടക്കാമെന്നേ ഉള്ളൂ. കർത്താവായ യേശു മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യമാണെന്ന് തോന്നി ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിച്ചവരെ എന്നെ വിട്ട് പോകുവീൻ എന്ന് തീർത്തു പറയും. 23-ാം വാക്യം, ഞാൻ ഒരു നാളും നിങ്ങളെ അറിയത്തില്ലെന്നല്ല എൻ്റെ പ്രിയരെ പറഞ്ഞത്, അറിഞ്ഞിട്ടില്ല എന്ന്. അത് രണ്ടും അർത്ഥ വ്യത്യാസമുണ്ട്. ചിലരൊക്കെ വായിക്കും ഇങ്ങനെ പറഞ്ഞ് അറിയത്തില്ലെന്നല്ല അവിടെ ഇരിക്കുന്നത്, അറിഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. എന്താണ് അറിയാതെ പോയത്? 22-ാം വാക്യം, കർത്താവേ കർത്താവേ, നിന്റെ പേരിൽ, അതായത് യേശു എന്ന പേരിൽ ഞങ്ങൾ പ്രവചിച്ചു, യേശു എന്ന പേരിൽ ഭൂതങ്ങളെ പുറത്താക്കി, യേശു എന്ന പേരിൽ വീര്യപ്രവൃത്തികൾ ചെയ്തു. ഇതൊക്കെ ഭൂമിയിൽ ചെയ്യാൻ പറ്റും. യേശു എന്ന പേരിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങളെല്ലാം നടക്കുന്നു. വിശ്വസിക്കുന്ന ഏത് വ്യക്തിയുടെ കൈകളാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ നടക്കും. അത് ദൈവമാണ് ചെയ്യുന്നത്, വിശ്വസിച്ചവരല്ല ചെയ്യുന്നത്, ദൈവമാണ് ചെയ്യുന്നത്. ദൈവം എന്തിനു ചെയ്യുന്നു? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി. ഈ ഭൂമിയിൽ കർത്താവാകുന്ന ദൈവം മനുഷ്യനായി തീർന്നത് തന്നെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു എന്ന നാമത്തെ വിശുദ്ധീകരിക്കാനാണ്. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥന പഠിപ്പിച്ചത്: സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ പേരിനെ ഭൂമിയിൽ വിശുദ്ധീകരിക്കണം. അതെപ്പോഴാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്? അടിസ്ഥാനപരമായി നമ്മുടെ സ്നാനത്താലാണ്. അടിസ്ഥാനപരമായി നമ്മൾ സ്നാനപ്പെടുമ്പോഴാണ് കർത്താവ് നമ്മളെ പ്രാർത്ഥന പഠിപ്പിച്ചതിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടുള്ള പിതാവിൻ്റെ പേരിനെ ഈ ഭൂമിയിൽ വിശുദ്ധീകരിക്കപ്പെടുന്നത്. അതിനുശേഷം നമ്മുടെ വിശുദ്ധ ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നശിച്ചു പോകുവാൻ എളുപ്പമുണ്ട്. ഈ സത്യോപദേശത്തിന് വിപരീതമായി ആര് നിങ്ങളെ പഠിപ്പിച്ചാലും പറഞ്ഞാലും
അവരെല്ലാം ശപിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിന് വിരോധമായി ഈ ഭൂമിയിൽ ആര് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനാണോ? ആ ശപിക്കപ്പെട്ടവരെ ചേർക്കാൻ യേശു ക്രിസ്തു വരുന്നില്ല. നമ്മൾ വായിച്ച വേദവചനത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ യേശു ക്രിസ്തുവിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സമാധാനമുണ്ട്. ഈ വചനങ്ങൾ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.